വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. കാർത്തിക് ശങ്കർ ചേട്ടനെ പറ്റി അറിയാലോ, മമ്മൂക്കനെ പറയിപ്പിക്കരുത് പ്ലീസ്. ഉത്തരം പറയാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റുന്നില്ലല്ലേ ആൻസർ പറയാനായിട്ട്? എന്തെങ്കിലും പറയേ നമ്മുടെ പാവം. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചളി അവര്. നമുക്ക് ഖൽബിനെ പറ്റി പറയും. ഖൽബിന്റെ ലൊക്കേഷൻ ഉണ്ടായ എന്തെങ്കിലും രസകരമായ ഞാൻ ഇല്ലായിരുന്നു. എവിടെ വരുന്നതാ? ലാലേട്ടന്റെ സ്വഭാവം കാർത്തിക് ശങ്കറിന്റെ സ്വഭാവം എപ്പോഴെങ്കിലും സിമിലർ ആണെന്ന് തോന്നുന്നു. ഞാൻ ക്യാരക്ടർ വിട്ടോട്ടെ, ഞാൻ ജാസ്തിമായിട്ട് സംസാരിച്ചോട്ടെ. നിങ്ങൾ പലരും ഇരിക്കുന്നവന്റെ മുഖത്ത് ക്യാമറ പിടിക്കും. അവന്റെ പല ഇന്റർവ്യൂകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഫിലോസഫിയും മോട്ടിവേഷൻ സ്പീക്കിങ്ങും എന്റെ പൊന്നെ അതൊന്നും അല്ലാതെ ഞാൻ ഒരു ഫിലോസഫി അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കണം. കാർത്തിക് ശങ്കർ please. രാജൻ ചേട്ടാ കാണിച്ചു കൊടുക്കും. मनुष्य के चश्मे मस्त यारस्तान വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടായിരുന്നു. കേട്ട സമയത്ത് കാർത്തികായിട്ട് എന്താണ് മനസ്സിലാവുന്നതെന്ന് പറയാമോ? ഖൽബുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് ആ വരികളെ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയാമോ? സീമ ഒരുങ്ങുന്നത് ചിത്രയിലാണ്. നേഹ നീ എന്റെ മോഹ നമ്മൾ തമ്മിൽ ചേർന്ന സ്വാഹ. പാതിര ഞങ്ങൾ ചേർന്ന പാതിര. ಇವರಿಗೆ ಯಾರಿಗೂ ಕನ್ನಡ ಬರಲ್ಲ, ನಮ್ಗೆ ಕನ್ನಡ ಬರುತ್ತೆ. ನಾವು ಒಂದು ಸೇರೋಣ. ജയ്പൂരിൽ പത്രത്തില് കൽബ് മൂവിനെ കുറിച്ച് ന്യൂസ് വന്നു. ഇവര് ചെന്നിട്ട് ചുമ്മാ പറഞ്ഞോളൂ മലയാളം പടം ആരാ അഭിനയിക്കുക, അബു സലീം വില്ലൻ പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ ന്യൂസ്. ഖൽബ് എന്ന മൂവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു പ്രിയ താരങ്ങൾ കാർത്തിക് ശങ്കർ, രഞ്ജിത്ത്, നേഹ, ആതിര പട്ടേൽ, അംബി, ഷമീർ ആൻഡ് ജാസി. ആദ്യമായിട്ട് ആരുടെ ഖൽബാണിത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാജിദക്ക മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സാജിദക്കയുടെ ഒരു കുഞ്ഞെന്ന് പറയാം. ഞാൻ 2018 സാജിദക്ക പരിചയപ്പെടുന്നത്. അപ്പൊ ആ സമയത്തെ സാജിദക്ക എന്നോട് ഫുൾ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അത് വർഷങ്ങളുടെ ഒരു പരിവർത്തനം ഉണ്ട് അതിന്. ആ ഖൽബിൽ നിങ്ങളോട് പാർട്ടായി മാറി അല്ലേ? നേഹയുടെ ഫസ്റ്റ് മൂവി അല്ലേ ഇത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് മൂവിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാം വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സൂഫി പാട്ടുകളൊക്കെ പാടായിരുന്നു. അങ്ങനെയാണ് തുമ്പി എന്നുള്ള ക്യാരക്ടറായിട്ട് ഒരു റിലേഷൻ വരുന്നത്. തുമ്പി എന്നാണ് ക്യാരക്ടറിന്റെ പേര്? അതെ, തുമ്പി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടാണ് എന്നെ ഓഡിഷന് വിളിക്കുന്നതും ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. എന്തായാലും സൂഫി പാട്ടുകളൊക്കെ പാടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പാട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് ആ ഒരു വൈബോട് കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. मनुष्य के चश्मे मस्त यारस्तान बेदे बेदे की खुमाराश्तम आज़मात के बागो खुतन में मोना रोयात का गुलाब आए चमन में मोना गुल रोबे खुनी द्वारा क्वारा बोए खुले बाला नजारे बेवतन नियारा पैमाना बेदे की खुमाराश्तम. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടായിരുന്നു. കേട്ട സമയത്ത് കാർത്തികായിട്ട് എന്താണ് മനസ്സിലാവുന്നതെന്ന് പറയാമോ? ഖൽബുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് ആ വരികളെ. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയോ? ഈ പാട്ട് കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്ന ആ ഒരു ഫീൽ എന്താണെന്ന് പറയാമോ? എനിക്ക് വാക്കുകൾ. അപ്പം നമുക്ക് ഈ ഖൽബിൻ്റെ ആ ഒരു സെലിബ്രേഷൻ മൂഡിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഗെയിമിലേക്ക് പോവാം. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ആയിട്ടുള്ളത് പിക്കപ്പ് ലൈൻസ് ആണല്ലോ. നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ 2 സുന്ദരികളായിട്ടുള്ള 2 കുട്ടികളുമുണ്ട്.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കണം. ഓക്കെ? അതിന്റെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ സമ്മറിൽ ബദലഹീമിലൊക്കെ കൊടുക്കില്ലേ പൂച്ച, അപ്പൊ ഒരു പൂച്ചനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ? നായികമാർക്ക് തീരുമാനിക്കാം ആരെ ചൂസ് ചെയ്യണമെന്ന്, ആരെ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ആൻഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരെ ചൂസ് ചെയ്ത് രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ? രഞ്ജിത്ത്. Are you guys into mushrooms? Because like that I'm a fun guy. Fun guy, get it? Fun guy mushroom. ശരിക്കും പറഞ്ഞ പിക്കപ്പ് ലൈൻ പറയാൻ ബെസ്റ്റ് നേഹയാണ്. മറ്റേ സാധനം അടി. സീരിയസ്ലി മറ്റേ നേഹ ഒന്ന് കാണിച്ചു കൊടുക്കുക. നീ എന്റെ സീമയിലൊരുങ്ങുന്ന സിദ്ര, നിന്നുള്ളിലേക്കല്ലാണ്ട് വേറെ എങ്ങനെ ചിരം. നീ എന്റെ ശീലമായി ദുശീലമായി എന്നെ കുഴിക്കുന്ന ഫിത്ര. അർത്ഥം പറ. നീ എന്റെ ശീലമാണ്. ശീലമായി ദുശീലമായി. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയാവോ? സീമ ഒരുങ്ങുന്നത് ഇത്രയിലാണ്. സീമയിൽ ഒരുങ്ങുന്ന സിദ്ര. സിദ്ര എന്ന് വെച്ചാ അറിയണോ അല്ലേ? നീ നിന്റെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അറിഞ്ഞൂടാ. പിന്നെ ഞാൻ അതിനകത്തിലെല്ലാം പിക്കപ്പ് ലൈനൊക്കെ പറഞ്ഞു. പിന്നെ സ്ഥിര സാധനം ഇല്ലടാ. നമ്മള് വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, പറയൂ. ചുമ്മാ ഒരു ശ്രമം. നീ എന്റെ ശീലമായി നിന്റെ മനസ്സിൽ പറഞ്ഞാൽ വന്നു ഇപ്പൊ കണ്ടാ പട്ടേലിൽ ഞാൻ വീണോ? എന്താണ് അപ്പൊ ഞാനോ? ആ, രണ്ടുപേരുണ്ട്. എനിക്ക് സത്യം പറയാൻ എനിക്ക് അങ്ങനെ പ്രപ്പോസ് ഐ ലവ് യു ടു നിജമാ ഐ ലവ് യു ടു ഡിസ്ക്വാളിഫൈഡ്. പിക്കപ്പ് ലൈൻ നമ്മുടെ മേഖല അല്ല ഗൈസ്. ജാസിൻ ചേട്ടാ കാണിച്ചു കൊടുക്കും. പിക്കപ്പ് ലൈൻ എനിക്ക് ഭാര്യയും കൊച്ചും ടാസ്ക് അല്ലേ ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അത് അവിടെ നല്ല പിക്കപ്പ്. നേഹ നീ എന്റെ മോഹ, നമ്മൾ തമ്മിൽ ചേർന്ന സ്വാഹ. നമ്മൾ തമ്മിൽ ചേർന്ന പാതിര ഞങ്ങൾ ചേർന്ന പാതിര. ബ്യൂട്ടിഫുൾ. ഓക്കെ ഓക്കെ, അമ്പി വരൂ. നമ്മൾ തമ്മിൽ ചേർന്ന ಇವರಿಗೆ ಯಾರಿಗೂ ಕನ್ನಡ ಬರಲ್ಲ, ನಮ್ಗೆ ಕನ್ನಡ ಬರುತ್ತೆ. ನಾವು ಒಂದು ಸೇರೋಣ. സംസ്കൃതവും അറബിയും ഉണ്ട്. ഓക്കെ, അല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്തിട്ട് ഈ സാധനം കൊടുക്കാനാണെങ്കിൽ അവിടെ വെച്ചോ. താങ്ക് യു. കമ്പനിക്ക് നഷ്ടം വന്നിട്ടില്ല. അതെ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസറിന്റെ ആണെങ്കിലും നന്നായിരുന്നു. ഒരു ചെറിയൊരു ടാസ്കും കൂടെ ഉണ്ട്. അതായത് ഇപ്പം ഇവര് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്നായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. അതായത് മോഹൻലാലും മമ്മൂട്ടിയായിട്ട് കുറച്ച് സമയത്തേക്കൊന്ന് മാറാൻ പോവാണ്. അപ്പം ഞാൻ ലാലേട്ടനോടും മമ്മൂക്കിയോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മോഹൻലാലും നമ്മുടെ മമ്മൂക്കിയായിട്ടൊന്ന് ആൻസർ ചെയ്യണം. ആൻഡ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാലേട്ടനോടും മമ്മൂക്കിയോടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അവർ ആൻസർ ചെയ്യും സ്വാഭാവികമായിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആൻസർ ചെയ്യണേ. ലാലേട്ട, മമ്മൂക്ക. ഇതിൽ ആരാണ് ലാലേട്ടൻ? ലാലേട്ടൻ. ഓക്കെ, മമ്മൂക്ക. അപ്പൊ നമ്മുടെ കാർത്തിക് ശങ്കർ ചേട്ടനെ പറ്റി അറിയാലോ. അപ്പൊ ചേട്ടന് ഒരുപാട് അറിഞ്ഞൂടാ. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും കാണാറില്ല മമ്മൂക്ക. മമ്മൂക്കനെ പറയിപ്പിക്കരുത് പ്ലീസ്. അതെ അതെ, കാർത്തിക് ചെയ്യാറുണ്ട്, ഉറപ്പായിട്ടും ചെയ്യുമല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരുപാട് ഗേൾസ് ഫാൻസ് ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അതിനെപ്പറ്റി എന്താണ്?
എന്താണ് അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാമോ? എന്തായിരിക്കും അതൊരു കാരണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രത്തോളം ഗേൾസ് ഫാൻസ് ഉണ്ടാവാനായിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാണ് ഇത്രയും ഗേൾസ് ഫാൻസ്. അതൊരു വിസ്മയമാണല്ലേ അത്. അത് നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു പറയുന്നത് അതൊരു മേക്ക് ബിലീഫാണ് അല്ലേ? ഈ കാർത്തിക് ശങ്കറിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിംസിനെ പറ്റി? ഇപ്പൊ നിങ്ങൾ സിനിമയിൽ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യാണല്ലോ, എന്താണ് അദ്ദേഹത്തിന്റെ മൂവീസിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ ഒന്ന് പറയാമോ? വേറെ പ്രശ്നമുണ്ട്, ഉത്തരം പറയാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റുന്നില്ലല്ലേ ആൻസർ പറയാനായിട്ട്? എന്തെങ്കിലും പറയേ നമ്മുടെ പാവം കാർത്തിക് ശങ്കർ. രഞ്ജിത്തിനെ പറ്റി ചോദിക്കും. പറയില്ല എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക നമ്മുടെ 18-ാം പടിയിൽ അഭിനയിച്ച അമ്പിനെ പറ്റി ഒന്ന് പറയാമോ? കൊള്ളാം, നല്ല പയ്യൻ, നന്നായിട്ട് അഭിനയിക്കും, നല്ല സ്വഭാവമാണ്. ഈ പുതിയ സിനിമയില് എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം? ഇപ്പൊ കൽബ് എന്ന് പറഞ്ഞ സിനിമയില് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. തലയിൽ നിറയെ മറ്റേ മുടിയൊക്കെ വെച്ചിട്ടായിരുന്നു. അല്ലടാ, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. 3 മാസം കുളിച്ചില്ല. കുളിച്ചില്ലേ? ഗ്ലോബ്സ് ഒക്കെ ചെയ്തിട്ട് തല കുളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ട്രൈ ചെയ്യാൻ വേണം. 3 മണിക്കൂറാണ്. നമുക്ക് തുമ്പിയുടെ ഹീറോയിലേക്ക് വരാം. ഇപ്പം രഞ്ജിത്ത് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? മൈക്കിന് ശേഷം ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? സോ ഞാൻ ആദ്യം കൽബ് കേൾക്കുന്ന 2022 ഡിസംബറിന് സാജിക്ക എന്നോട് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാർത്തിക് പറഞ്ഞ പോലെ പുള്ളിന്റെ ഒരു പാഷൻ പ്രോജക്റ്റ് 5 വർഷമായിട്ട് കൊണ്ടു നടന്ന ഒരു കുഞ്ഞാണ്. സോ അത്രയ്ക്ക് മെസ്മറൈസിങ് ക്യാപ്റ്റിവേറ്റിംഗ് വേയില പുള്ളി എന്നോട് കഥ അവതരിപ്പിച്ചത്. എല്ലാ നറേഷൻ പോയിന്റ്സിലും മറ്റേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എത്തുമ്പം പോസ് ചെയ്തിട്ട് സ്പീക്കർ ഓൺ ചെയ്തിട്ട് ആ പാട്ടിടും. ആ ഫീൽ കുറച്ചുകൂടെ കിട്ടണം. അപ്പോഴത്തേക്ക് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ കഥ. സോ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് ഉറപ്പായിട്ട് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. സോ അങ്ങനെ ഞാൻ വന്നത്. പിന്നെ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. സോ അടിപൊളി കമ്പനിയൊക്കെ ആയി ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഫൺ എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വീഡിയോസിൻ്റെ ഒക്കെ ഒരു എക്സ്പേർട്ട് ആണല്ലോ നിങ്ങൾ. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വലിയ ഫാനാണ്. നിങ്ങളുടെ കോണ്ടന്റ് ഞാൻ ഒന്നും മിസ്സാക്കിയിട്ടില്ല, എല്ലാവരും കൃത്യമായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്ത് വന്നിട്ട് ഒരു ബിഗ് മൂവിയുടെ, അത് വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്ന ഒരു മൂവിയുടെ പാർട്ടായിട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെതായ കുറേ ടെൻഷൻ അങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ഒരു 4-5 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അബു വളയംകുളം പുള്ളിക്കാരുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ നമ്മൾ ഈ ഗ്യാങ് അത്യാവശ്യം സെറ്റായി. പിന്നെ സാജിദ്ക്കായും ഭയങ്കര കൂളാണ്. അപ്പോൾ നമുക്ക് പിന്നെ അത്രയും സമയം കിട്ടി, ഒന്ന് സെറ്റാവാൻ സമയം കിട്ടിയോണ്ട് അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ഡബിങ് സമയത്താണ് കുറച്ചൊന്ന് പാടുപെട്ടത്. ഇപ്പം വീഡിയോസിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം ശരിക്കും ഒബ്സർവേഷൻ ആണല്ലോ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിനെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുക. സാധാരണ ആളുകളെ ആയിരിക്കും ഒബ്സർവ് ചെയ്യുക, പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് പൂച്ച, ഈച്ച, കൊതുക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണല്ലോ. എന്താണ് അത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് എന്ന് പറയാമോ? ആദ്യം ഈ കാക്കയും തത്തയും കൂടെ ഉള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മള്. അപ്പൊ അത് അത്യാവശ്യം വൈറലായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ അത് ആലയം പിടിച്ച് വന്നതാണ്. പിന്നെ അത് പരിപാടി ചെയ്തു തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി മൃഗങ്ങള് പെർസ്പെക്റ്റീവ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓരോന്നും ചിലപ്പോൾ ക്ലിക്കാവും, ചെയ്തു നോക്കും. ചിലത് ഞാൻ ഉദ്ദേശിച്ചത് ഐഡിയ ക്ലിക്കാവും. ചിലത് കുത്തിയിരുന്ന് ആലോചിച്ച് ഏത് മൃഗത്തിന് ഇങ്ങനെ പരാതി കാണും, എന്തായിരിക്കും അവന്റെ പരാതി ആലോചിച്ച് ചെയ്യുന്നത് കൊണ്ട് ചിലത് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കാൻ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഐഡിയ തോന്നും. അമ്പിയിലേക്ക് വരുമ്പോഴേക്കും അമ്പിയുടെ ക്യാരക്ടർ എന്താണ് ഈ ഒരു സിനിമയില്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ട്രൈമോൾ എന്നാണ്. ഇപ്പം കാർത്തിക്കും രഞ്ജിത്തും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോഴത്തേക്ക് സാജിദ്ക്ക ഇങ്ങോട്ട് ഫോം വിളിച്ചിട്ട് ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചു. കണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം കാണാനായിട്ട് ഒരു ലൊക്കേഷനിലാണ് പോകണം. ചെന്നപ്പോഴും എന്നോട് പറഞ്ഞു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ട്രൈമോൾ എന്നാണ്. ഫുൾ കഥ പറഞ്ഞു. അപ്പം ചില ഫണ്ണൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കോമഡികളല്ലാത്ത കുറച്ച് ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഫുൾ കഥ പറഞ്ഞു. ഈ കൽബ് എന്നുള്ള പേരും ഈ പ്രണയം സഞ്ചരിക്കുന്ന ഒരു 7 സ്റ്റേജുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഞാൻ പിന്നെ വിട്ടിട്ടില്ല സായക്കനെ. എപ്പോൾ തുടങ്ങും അങ്ങനെ കാത്തിരുന്നത് ഏറ്റവും ലാസ്റ്റ് സംഭവിച്ചു. സന്തോഷം. ഓക്കെ, അടിപൊളി. അതിലേക്ക് വരുമ്പോൾ മൂവിയിലേക്കുള്ള എൻട്രി ഒന്ന് പറയാമോ?
എൻ്റെ മൂവിയിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവി ഒരു സാൻസ്ക്രിറ്റ് മൂവിയാണ്. ഇഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സാൻസ്ക്രിറ്റ് മൂവി ജി പ്രഭ സർ ഡയറക്റ്റ് ചെയ്ത് അതിൽ നെടുമുടി വേണുവിൻ്റെ തേർഡ് വൈഫായിട്ടാണ് എൻ്റെ ക്യാരക്ടർ. ഹി ഈസ് 71 ആൻഡ് ഐ എം 17 ഇൻ ദ മൂവി. ആ മൂവിയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നെ മലയാളത്തിൽ വരുമ്പോൾ അങ്കമാലി ഡയറീസിലൂടെ അത് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു അല്ലേ? ഓ യെസ്. അതിനുശേഷം വരാൻ പോകുന്നത് നമ്മുടെ ഖൽബാണ്. അതല്ല, ഇനി ഒരു മൈൽ സ്റ്റോൺ നമ്മൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. വ്യത്യസ്തമായിട്ട് അതിനെ കാണുന്ന ചിലപ്പോൾ ഞങ്ങളെല്ലാം വേറെ കാര്യം പറയട്ടെ, ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ പടത്തിലെ ഞങ്ങളുടെ ലുക്ക് തിരിച്ചറിയില്ല. കുറച്ചും കൂടെ അറിയുന്നത് കാർത്തിക്കിനെയും ആതിരേനെയും അറിയാം. ഞങ്ങളെ മൂന്നുപേരെ നമ്മൾ ആരെയും ലുക്ക് പടത്തിൽ ഇതല്ല, ഇതല്ല ലുക്ക് നമ്മുടെ ആരുടെയും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ലുക്കാണ്. അതിന് ഫസ്റ്റ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് നരസിംഹസ്വാമി എന്ന് പറയുന്ന മേക്കപ്പ് മാനാണ് ഞങ്ങളെ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു ലുക്കേ അല്ല, ആരും തന്നെ ഈ ഒരു ലുക്കേ അല്ല. പറഞ്ഞോട്ട് എന്നെയും നമ്മളൊക്കെ ഉള്ളു കുറച്ച് മനുഷ്യക്കോലത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ കോലം എന്താണെന്ന് ചെറുതായിട്ട് പറയാമോ? മീൻസ് അറിയാവുന്ന എന്റെ ഇത് മഞ്ഞ കളറാണ്, മുടി മഞ്ഞ, വയസ്സനാണ്. ബ്ലോണ്ട് കളർ, മുടി ഫുള്ള്, പിന്നെ സൈഡില് ഫുള്ള് വരയും കുറിയും വെട്ടും, മീശയില്ല, താടി ആ കളർ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവന്റെ. പിന്നെ ആഫ്രോ ഫുൾ വലിയ മുടി. ഹ്യൂമർ തന്നെയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്, അതെയോ വില്ലൻ അങ്ങനെയൊന്നുമല്ലല്ലോ. അല്ല, സോ ബേസിക്കലി ഈ ആലപ്പുഴയിൽ ഒരു കൾച്ചർ ഉണ്ട്. ഈ ടൂറിസ്റ്റ് ഗൈഡ്സ് ആയിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാര് അവർ കുറച്ച് ഫ്രീക്കന്മാരായിട്ട് അവരെ ഡ്രസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു വൈബാണ് ഞങ്ങൾ എല്ലാവരും പിടിച്ചേക്കുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോഴേ ഇപ്പൊ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു കാര്യം വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഹ്യൂമർ എന്നാലും ഹ്യൂമർ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിലപ്പോൾ അത് ചളിയായിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ ഏതൊരു കണ്ടന്റ് എടുത്താലും അതിലെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി അഷ്വർഡ് ആണ്. ഒരു ഐഡിയ നമ്മുടെ ഒരു കൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെയൊന്നുമില്ല. കോംപ്ലിമെന്റ് ഇഷ്ടപ്പെട്ടു, രസമുണ്ടെന്ന് തോന്നുന്നു നമ്മളങ്ങ് ചെയ്യും, രണ്ടും കൽപ്പിച്ച്. ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. നോക്കുവാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് കമന്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അധികം കാണാറൊന്നുമില്ല, കുറവാണ്, തീർച്ചയായിട്ടും കുറവാണ്. പക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള വിമർശനങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ട് വന്നിട്ടില്ലെങ്കിലും ആദ്യമൊന്നും ഒട്ടുമില്ലായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കും ഇടയ്ക്ക്, അതും ഒരുപാടൊന്നും ഇതുവരെ ഭാഗ്യത്തിന് അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ഈ മൃഗങ്ങളുടെ ചെയ്ത് ഒരുപാട് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർക്ക് പിന്നെ നമ്മൾ മൃഗങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം, മനുഷ്യരായിട്ട് വന്ന അപ്പോൾ ചെറിയൊരു ഒരു അതൃപ്തി പ്രകടിപ്പിക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ വലിയ നെഗറ്റീവ് ഇതുവരെ ഭയങ്കരമായിട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഈ ചൂരൽ എന്ന് പറയുന്ന ഒരു ടീമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ചളിബാധിത മേഖല എന്നാണ് അവരുടെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവര് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവര് കുറച്ച് ചളിയാണ്, അല്ലെങ്കിൽ ഓക്കെ അല്ല അവരുടെ കണ്ടന്റ് സൂപ്പറാണ്? എന്താണ് അതിനെ പറ്റി അഭിപ്രായം പറയാം ചൂരലിനെ പറ്റി? ഈ ചളി എന്ന് പറയുന്ന അതൊരു ഡിഫൻസ് മെക്കാനിസം ആണല്ലേ? അല്ലേ? അത് ഡിഫൻസ് മെക്കാനിസം. അതെ, ചളി എന്ന് അവർ സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? 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 ചളിയാണെന്ന് തോന്നാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ചളിയാണെന്ന് തോന്നാറില്ല. ഇല്ല. നമുക്ക് ഈ ഖൽബിനെ പറ്റി പറയും. ഖൽബിന്റെ ലൊക്കേഷൻ ഉണ്ടായ എന്തെങ്കിലും രസകരമായ കണക്ക് പുറത്ത് ലാലേട്ടൻ ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പം ലാലേട്ടന്റെ സ്വഭാവം കാർത്തിക് ശങ്കറിന്റെ സ്വഭാവം എപ്പോഴെങ്കിലും സിമിലർ ആണെന്ന് തോന്നിയിട്ടുണ്ട്? കാർത്തിക് ശങ്കറിന്റെ ഞാൻ ക്യാരക്ടർ വിട്ടോട്ടെ, ഞാൻ ശരിക്കും എനിക്കൊരു 30 സെക്കൻഡ് നിങ്ങൾ പലരും ഇരിക്കുന്നവന്റെ മുഖത്ത് ക്യാമറ പിടിക്കും. അവന്റെ പല ഇന്റർവ്യൂകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഫിലോസഫിയും മോട്ടിവേഷൻ സ്പീക്കിങ്ങും എന്റെ പൊന്നെ അതൊന്നും അല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, ഐ ആം നത്തിങ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒന്ന് പറ. ആ സമയത്ത് ഒരു ബേസ് വരും,
അല്ല ഇതേ ബേസ് ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എവിടെ വരെ പോകുന്നു നോക്കിയിരിക്കുന്നു. ഓക്കെ. ഞാൻ ഫിലോസഫി ഒന്നും പറഞ്ഞിടാറ്, ഒരു ഫിലോസഫി അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. എന്നോട് എന്തെങ്കിലും കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ പറ്റി എനിക്ക് അറിയാവുന്ന അഭിപ്രായങ്ങൾ പറയും, അത്രേ ഉള്ളൂ. നീ നിന്നവരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല, ഞാൻ അങ്ങനെ ഫിലോസഫിക്കലായിട്ട് അങ്ങനെ രാവിലെ ഞാൻ മോട്ടിവേഷൻ തരാം. അത് ചോദിക്കുന്ന ആരോടാണെന്നറിയോ? സാധിക്കേണ്ട ചോദിക്കണം. സാഹിത്യക്കും കടൽമച്ചാൻ എന്ന് പറയുന്നത് എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാരണം സാഹിത്യ വൈഫായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വൈഫ് എന്റെ എന്തെങ്കിലും ഇന്റർവ്യൂവിന്റെ കട്ടിങ് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം എനിക്കൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു. അല്ല, അതൊന്നും അല്ല ശരിക്കുള്ള കാലശങ്കർ എന്ന് പറയായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശം. ഏത് തരത്തിലാണ് മോശം? അങ്ങനെയല്ല, അതായത് മോശമെന്നല്ല, നമ്മൾ അവൻ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ഒരു അതായത് ചെയ്യുന്ന വീഡിയോസ് പോലെ അല്ല. ഇന്റർവ്യൂസ് വന്നിരിക്കുമ്പോഴത്തേക്ക് ആള് ഭയങ്കര പക്വത പോലെയൊക്കെ ആയിരുന്നു, ഭയങ്കര സംസാരം. അങ്ങനെയൊന്നും ഇല്ല, വെറും ഭയങ്കര കൂളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചളി അവനാണ്. പക്ഷേ അതിന് ഇത്രയും നേരമായിട്ട് ഒന്നും പുറത്തു വന്നില്ലല്ലോ. ഒരു അതാണ് ഇങ്ങനെ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോൾ അവൻ വേറെ മോഡ് മാറ്റി. കാർത്തിക്കിന്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫീൽ ആണല്ലോ നമുക്ക് എപ്പോഴും തോന്നുന്നത്. നിഷ്കളങ്കനായ അങ്ങനെ ഒരു ഫീൽ ആണല്ലോ വരുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും മൂവീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു വില്ലൻ വേഷം വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ രഞ്ജിത്ത്, എന്താണെങ്കിലും നമ്മുടെ സിനിമ ഉടനെ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ചുരുക്കി പറഞ്ഞ കൽബ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ബിഗ് പാലറ്റിൽ എടുത്ത ഒരു കളർഫുൾ വൈബ്രന്റ് പടമാണ്. സാജിക് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴന്റെ ഒരു വേറൊരു ആൾക്കാർ വിളിക്കുന്ന ഇറ്റ്സ് എ വെനിസ് ഓഫ് കേരള എന്ന്. കാരണം ആ ബാക്ക് വാട്ടേഴ്സും ആ ബ്യൂട്ടിയും അതൊക്കെ നന്നായി ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. സോ വിത്തിൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് കൽബ്. അത് ഈ ബാക്ക് വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ രഞ്ജിത്തിനെ ഒരു ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇൻട്രോ സീനിൽ രഞ്ജിത്ത് അവിടുത്തെ ഈ വേസ്റ്റ് പോകുന്ന ഒരു വെള്ളത്തിലേക്ക് വീഴുന്നു. ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം. അത് അവൻ ഈ സിനിമയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേഷനും പാഷനാണ്. ഞങ്ങൾ 6 മണിക്കുള്ള ഞങ്ങൾക്ക് വേക്കപ്പ് കോൾ ഒന്ന് വണ്ടി വരുമ്പോഴത്തേക്ക് ഇപ്പം 4 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോയി 6 മണിക്ക് വന്നിട്ടാണ് ലൊക്കേഷനിലേക്ക് വരുന്നത്. സോ 100 ഡേയ്സും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡയറ്റും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ഇത്ര ആത്മാർത്ഥമായിട്ട് നിന്ന് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ മാത്രം 3 നേരം ചിക്കൻ. ഈ കൽബിലെ കളർഫുൾ എന്ന് പറയുന്നത് ആ ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒറ്റ ഇതിൽ പറയില്ല, ഒറ്റ ഇതിൽ നിന്നല്ല പറയില്ല. അത് ആലപ്പുഴ ഇത്രയും മലയാള സിനിമ ഡയറക്ടർ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ കാണുന്ന ഒരു ആലപ്പുഴ ഉണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആലപ്പുഴയാണ്. സൈഡുണ്ട് കുറച്ച് ടൂറിസ്റ്റ് ഗൈഡ്സും ഈ ജങ്ക് പങ്ക് ആയിട്ട് നടക്കുന്ന ആൾക്കാർ, അവരിനെ ഒരിക്കലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒരു കഥയിലും. ഇത് അവരുടെ ഒരു കഥയാണ്. അങ്ങനത്തെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ട്രഡീഷണൽ പ്രണയത്തിൽ പെട്ടുപോകും. എങ്ങനെ സൂഫിസത്തിൽ ബിലീവ് ചെയ്യുന്ന കുറെ കൂടി സാജിദ് ഖാന്റെ ചെറുപ്പകാലമാണ് ഇത്. സാജിദ് ഖാന്റെ നാട്, സാജിദ് ഖാന്റെ സ്വന്തം. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫായിട്ട് റിലേറ്റഡ് ശരിക്കുള്ള ആലപ്പുഴയുള്ള കുറെ ആൾക്കാരുടെ പേരാണ് ഇതിലെ പല ഭയങ്കര വ്യത്യസ്തമായ പേരാ. പേരെല്ലാം പറഞ്ഞു. എന്റെ പേര് ചാവ. ചതിയും മഞ്ചനയും. ജമൈക്ക. തലവേദനക്കുള്ള തലവേദനയാണ്. ഓ, അർത്ഥവത്തായ പേരുകളാണ്. നിങ്ങളുടെ ക്യാരക്ടർ വരെയാണ് ഇവരുടെ പേരായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അടിപൊളി. ഒരു കഥയുണ്ട് ആക്ച്വലി. പണ്ട് ആലപ്പുഴയിൽ ഉണ്ടായ ഒരു ഡോണിന്റെ പേരാണെന്ന് തോന്നുന്നു. ലിയോണാർഡോ കാൽപ്പോ. കാല് മുറിഞ്ഞു പോയതാ, അതുകൊണ്ട് ആ കാല് പോന്നുള്ള പേര്. കാല് പോ. സെയിം അതുപോലെ ഷൂട്ടിന് ഫൈറ്റിനിടയ്ക്ക് നമ്മള് ഷൂട്ട് തുടങ്ങി
10 ദിവസം ആയപ്പോഴത്തേക്കും ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. ഫൈറ്റിന്റെ റിഹേഴ്സൽ സമയത്ത് തന്നെ കാലൊന്ന് ചെറുതായിട്ട് ഫ്രാക്ചർ ആയിരുന്നു. പിന്നെ ഓ ഓക്കെ പിന്നെ 10 ദിവസം ഷൂട്ട് മാറ്റി വെക്കേണ്ട വന്നു അങ്ങനത്തെ ഇഷ്യൂ എന്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ എപ്പോഴും എന്തെങ്കിലും റിസ്കി പരിപാടി ചെയ്യുമ്പോൾ എനിക്കായിരുന്നു പേടി. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ദൈവമേ ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടാണ് ചെയ്യുക. കാരണം ഈ മുടി ഞാൻ വെച്ചോണ്ടിരിക്കണല്ലോ. ഇവനല്ല നമ്മളെല്ലാവരും പറയുന്നത് ഫൈറ്റ് ഒക്കെ പറഞ്ഞത് അതൊക്കെ ചെയ്യണേ. ലുക്ക് ഒന്ന് മാറ്റാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ കാർത്തിക് ചേട്ടനെ വരുമ്പോ എന്തായിരുന്നു? പ്ലിക്കോ ക്യാരക്ടർ പേര് പ്ലിക്കോ. പ്ലിക്കോ അത് പറയൂ എന്താണ് അതിന്റെ അർത്ഥം? അതിന് പ്രത്യേകിച്ച് പിക്കപ്പ് ലൈൻ തന്നെ. പ്ലിങ്ങിതനായ പ്ലിക്കോ. പച്ചമുടി പച്ചമുടിയാണ്. ഇതേപോലെ തന്നെ വില്ലൻ ഗ്യാങ്ങിനും ഇതുപോലെ തന്നെ പേരുകളൊക്കെ തന്നെ. കൊരങ്ങ് സജി, ചോരക്കുഞ്ഞ്, അബുസലിമിന്റെ ക്യാരക്ടറിന്റെ പേര് ചോരക്കുഞ്ഞാണ്. ചോരക്കുഞ്ഞ്. പിന്നെ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഹൾക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ അവഞ്ചേഴ്സിലെ ഹെൽക്ക് പേരുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഓക്കെ എന്താണ് ആ ഒരു പൊതു സ്വഭാവം തന്നെയാണോ ആൾക്ക്? ബാസിയാണ് ബാസി. അവനായിരുന്നു റോൾ ചെയ്യായിരുന്നു. പക്ഷെ അവൻ ഷൂട്ടിന് ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കാല് ചെറിയ പ്രശ്നമായിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാലിനാണ് ഈ സിനിമയിൽ മുഴുവൻ പ്രശ്നം. നമ്മളത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ട് പറയുന്നില്ലല്ലേ. പക്ഷെ ഫസ്റ്റ് സോങ്ങില് ഹൽക്ക് അവനുണ്ട്. ഫസ്റ്റ് സോങ്ങിൽ അവന്റെ അപ്പിയറൻസ് ഉണ്ട്. അല്ലല്ല ഇടയ്ക്ക്. ഓക്കെ ഈ പാട്ടിലൊക്കെ നമ്മൾ വേറെ കുറെ സീനുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിക്കും കുറെ ഇന്ത്യ ഫുൾ ഒന്ന് കറങ്ങിയെന്ന് തോന്നുന്നല്ലേ? കൊണ്ടുപോയില്ല ചോദിക്കത്തില്ലായിരുന്നോ കൊണ്ടുപോകത്തില്ലെന്ന്? നമ്മളെ കൊണ്ടുപോയി കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ കുറെ സ്ഥലങ്ങളൊക്കെ? കൽബ് സോങ് ഞങ്ങൾ രാജസ്ഥാനിലാണ് ഷൂട്ട് ചെയ്തത്. ജോധ്പൂരും പിന്നെ സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞ IC റീജിയൻ, അത് അവിടെ അതൊരു 5 ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ ബാക്കി സോങ്സ് ഒക്കെ മോസ്റ്റ്ലി നമ്മള് ആലപ്പുഴയിലാണ് ഷൂട്ട് ചെയ്തത്. വേറൊരു കാര്യം ഫസ്റ്റ് കൽബിനെ കുറിച്ച് ന്യൂസ് ജയ്പൂരിൽ പത്രത്തില് കൽബ് മൂവിനെ കുറിച്ച് ന്യൂസ് വന്നു. ഇവര് ചെന്നിട്ട് ചുമ്മാ പറഞ്ഞോളൂ മലയാളം പടം ആരാ അബു സലീമാ വില്ലൻ പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ ന്യൂസ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് കേൾക്കാത്തൊരു കൺസെപ്റ്റ്, അതിൽ പേരുകൾ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു വെറൈറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും തിയേറ്ററിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ആ സെയിം എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റട്ടെ. അപ്പോൾ എന്താണെങ്കിലും വലിയൊരു വിജയമായി തീരട്ടെ ആ ഒരു സിനിമ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ പ്രേക്ഷകരെ 2 കൈ നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രേക്ഷകരുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ കാണുക, വിജയിപ്പിക്കുക. ഏകദേശം കുറേ വർഷങ്ങളായിട്ടുള്ള ഒരാളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ കുറേ നാളത്തെ അധ്വാനവും ആണ്. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫൈറ്റ് ആണെങ്കിലും ഡാൻസ് ആൻഡ് റൊമാൻസ് ആണെങ്കിലും, പക്ഷെ അതിന്റെ കൂടെ ഒരു ഭയങ്കര ഹാർട്ട് വാർമിങ് ഹാർട്ട് ടച്ചിങ് ഒരു കഥ. കാരണം കുറെ നാളായി ഇങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി തിയേറ്ററിൽ വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. സോ ആൻഡ് ലൈക്ക് ഐ സെഡ്, സാജിക്ക പുള്ളിന്റെ ഹാർട്ടും സോളും കൊടുത്ത് കംപ്ലീറ്റ് ബ്ലഡ് സ്വെറ്റ് ആൻഡ് ടിയേഴ്സ് സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആക്കാൽ ഞങ്ങളെല്ലാവരും. ആൻഡ് നിങ്ങളെല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. ആൻഡ് ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഗോ വെൽ. പിന്നെ കൽബിലെ പാട്ടുകളെല്ലാം 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് പാട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് പാട്ടുകളുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറെ നല്ല നമുക്ക് സിദ്ദീഖൊക്കെ ഉണ്ട് ഇതില്. ജാഫർക്ക, ലെന ചേച്ചി, പിന്നെ തുമ്പിയുടെ വാപ്പായിട്ട് അഭിനയിച്ച ആഷിഖ്, പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ്. അങ്ങനെ കുറച്ച് നല്ല സീനിയർ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോ അല്ലെ എല്ലാവരും നമുക്ക് അതൊരു സിദ്ദീഖ് കട ഇവിടെ നമുക്ക് കിട്ടിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സിദ്ദീഖ് കട എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, പിന്നെ കുറച്ച് നല്ല തമാശകളായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന സാഹിത്യക്ക് നന്ദി. തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി. പോയി കാണുക, എല്ലാവരും കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ പാടാൻ പറ്റുന്ന പെട്ടെന്ന് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന സോങ്. പ്രണയം മാത്രമല്ല, ഇതിനകത്ത് ഭയങ്കര സൗഹൃദവും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇതുവരെ കാണാത്തൊരു ആലപ്പുഴ കാണാം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സിനിമ വലിയൊരു വിജയമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.